നമുക്കിന്ന് നോമ്പുറക്കുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയാലോ. അപ്പം ഞാനിന്ന് ജസ്റ്റ് ഒരു പഴം നിറച്ചതും പിന്നെ കുറച്ച് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പഴം തീരുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീക്കണമല്ലോ ഇല്ലാതാവണേന് മുമ്പേ. അപ്പം ഞാൻ നേരത്തെ ഫില്ലിങ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും പഞ്ചസാരയും ഏലക്കയും നട്ട്സും കൂടെ വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആണ്. അപ്പം ഞാൻ പഴത്തിൻ്റെ സെൻറ്റർ ഭാഗം കളഞ്ഞിട്ട് ഞാൻ അതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഫില്ലിങ്സ് വെച്ച ഭാഗം അടയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് ബാറ്റർ തയ്യാറാക്കണേ. അപ്പം നമുക്ക് അതിനായിട്ട് നമ്മൾ പഴംപൊരിയുടെ ബാറ്റർ പോലെ തന്നെ കുറച്ച് കട്ടിക്ക് കലക്കണം. മൈദാമാവും ഏലക്കയും മഞ്ഞപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിക്ക് കലക്കിയിട്ട് നമുക്കിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കത് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴം നിറച്ചത് റെഡിയായേ. അത് കുറച്ച് ഞാൻ കസിൻ്റെ വീട്ടിലും കൂടെ കൊടുത്തേച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിന്ന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് ഫ്രൈസും പഴം നിറച്ചതും പിന്നെ തണ്ണിമത്തനും കുറച്ച് ഡേറ്റ്സും ലൈം ജ്യൂസും ആയിരുന്നു. അപ്പം നിങ്ങളവിടെ എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ എന്നുള്ള കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.